നമസ്കാരം. ഇന്ത്യൻ ടെലികോം വിപണിയിലെ നിർണായക ശക്തിയാണ് റിലയൻസ് ജിയോ. ജിയോയുടെ ഓരോ നീക്കവും രാജ്യത്തെയാകെ ടെലികോം മേഖലയെ ബാധിക്കുന്നുണ്ട്. മറ്റു കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ പോലും ജിയോയുടെ സ്വാധീനം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ 2024 ജിയോയെ സംബന്ധിച്ച് നഷ്ടങ്ങളുടെ കൂടി വർഷമായിരുന്നു. ഇത് സാമ്പത്തികമായ നഷ്ടമല്ല, മറിച്ച് ആൾ നഷ്ടമായിരുന്നു. ഇന്ത്യൻ ടെലികോം രംഗം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ കണ്ട വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 2024 ടെലികോം വിപണിയെ ഞെട്ടിച്ച ഏറ്റവും പ്രധാന സംഭവം റീചാർജ് പ്ലാനുകളുടെ നിരക്ക് വർധനയായിരുന്നു. ജിയോയുടെ നഷ്ടം തുടങ്ങിയതും അവിടെ നിന്നായിരുന്നു. റീചാർജ് നിരക്ക് വർദ്ധിപ്പിച്ചത് ജിയോയ്ക്ക് പറ്റിയ വലിയ പിഴവായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വരിക്കാർ ജിയോയെ വിട്ടുപോയിക്കൊണ്ടിരുന്നത്. ട്രായുടെ കണക്കുകൾ പ്രകാരം ജൂലൈ മുതൽ ഇങ്ങോട്ട് 3 മാസം കൊണ്ട് ജിയോ വിട്ടത് 1,27,00,000 പേരാണ്. നിരക്ക് വർധന ആദ്യം പ്രഖ്യാപിച്ചത് ജിയോ ആയിരുന്നു. തുടർന്നായിരുന്നു എയർടെലും വിഐയും നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. എയർടെലും വോഡാഫോൺ ഐഡിയയും മൊബൈൽ താരിഫുകൾ 21% വരെ വർധനവ് പ്രഖ്യാപിച്ചപ്പോൾ ജിയോ 12-25% വർധനയാണ് നടപ്പിലാക്കിയത്. 3 സ്വകാര്യ ടെലികോം കമ്പനികളും നിരക്ക് വർദ്ധിപ്പിച്ചുവെങ്കിലും ജനരോഷം പ്രധാനമായും ഉയർന്നത് ജിയോയ്ക്കെതിരെയായിരുന്നു. ട്രായുടെ കണക്ക് പ്രകാരം ജൂലൈയിൽ 7,58,463 പേരും, ഓഗസ്റ്റിൽ 40,18,879 പേരും, സെപ്റ്റംബറിൽ 79,69,785 പേരും ജിയോ വിട്ടു. അതായത് 3 മാസം കൊണ്ട് 1,27,47,127 പേർ ജിയോ കണക്ഷൻ ഉപേക്ഷിച്ചു. ഈ വർഷം തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ജിയോയ്ക്ക് വരിക്കാരെ നഷ്ടമാകാൻ തുടങ്ങിയത് ജൂലൈ മുതലാണ്. എയർടെലിനും വിഐക്കും വരിക്കാരെ നഷ്ടമായെങ്കിലും ജിയോ നേരിട്ടതിന്റെ അത്രയും രൂക്ഷമായ കൊഴിഞ്ഞുപോക്ക് ഈ കമ്പനികൾക്ക് നേരിടേണ്ടി വന്നില്ല. അതേസമയം ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും അധികം വരിക്കാറുള്ളത് ജിയോയ്ക്ക് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വന്ന സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം ജിയോയ്ക്ക് 46,30,80,93 വരിക്കാരാണ് ഉള്ളത്. വരിക്കാരെ നഷ്ടമായെങ്കിലും നിരക്ക് വർധനയിൽ സ്വകാര്യ ടെലികോം കമ്പനികളെല്ലാം വളരെ സന്തോഷവാന്മാരാണ്. കാരണം വരുമാനം വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. നിരക്ക് വർധനയ്ക്ക് ശേഷം ഓരോ ഉപയോക്താവിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വൻ വർധനയാണ് ഉണ്ടായത്. 2025 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദ ഫലങ്ങൾ പ്രകാരം ജിയോയുടെ ARPU മുൻ പാദത്തിലെ 181.7 രൂപയിൽ നിന്ന് 2025 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ 195.1 രൂപയായി ഉയർന്നു. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും അധികം ARPU ഉള്ളത് എയർടെലിനാണ്. എയർടെലിന്റെ ARPU മുൻ പാദത്തിൽ 211 രൂപയായിരുന്നത് 2025 സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ 233 രൂപയായി ഉയർന്നു. മൂന്നാമതുള്ളത് വിഐയുടെ ARPU 154 രൂപയിൽ നിന്ന് പുതിയ പാദത്തിൽ 166 രൂപയായി ഉയർന്നു. നിരക്ക് വർധന ജിയോയുടെ ARPU ഉയർന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിച്ചത്. ജിയോ തങ്ങളുടെ ഓരോ വരിക്കാരനിൽ നിന്നും ശരാശരി 195.1 രൂപ വരുമാനം കണ്ടെത്തുന്നുണ്ട്. നിരക്ക് വർധനയെ തുടർന്ന് വരിക്കാർ കൊഴിഞ്ഞു പോകുമെന്ന് ടെലികോം കമ്പനികൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ പ്രതീക്ഷയ്ക്കും അപ്പുറം കാര്യങ്ങൾ സംഭവിച്ചത് ജിയോയിലാണ് എന്ന് മാത്രം. അതേസമയം നിരക്ക് വർധനയെ തുടർന്ന് ആളുകൾ സ്വകാര്യ കമ്പനികളുടെ സിം ഉപേക്ഷിച്ചപ്പോൾ കോൾ അടിച്ചത് BSNLനായിരുന്നു. 3 മാസം കൊണ്ട് ഏതാണ്ട് 63,14,031 പേരാണ് BSNLിലേക്ക് എത്തിയത്. അതുവരെ BSNL നഷ്ടത്തിലായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തുടർച്ചയായി 3 മാസം BSNL കൂടുതൽ വരിക്കാരെ നേടിയത് സ്വകാര്യ ടെലികോം കമ്പനികളെയും ടെലികോം രംഗത്തെ ഒന്നാകെ ഞെട്ടിച്ചിരുന്നു. എങ്കിലും ജിയോയ്ക്ക് മറ്റ് സ്വകാര്യ കമ്പനികൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം BSNLിലേക്ക് പോയ വരിക്കാർ മടങ്ങിപ്പോകാൻ തുടങ്ങിയതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജിയോയ്ക്ക് നഷ്ടപ്പെട്ട വരിക്കാരെ പുതിയ വർഷത്തിൽ തിരിച്ചു കിട്ടും. 2024 നഷ്ടത്തോടെയാണ് അവസാനിക്കുന്നതെങ്കിലും 2025 മികച്ച തുടക്കം ജിയോയ്ക്ക് ലഭിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പ്രതീക്ഷ നൽകുന്നത്.